ആലോചനകളുടെ ആലോചനയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗമാകുന്നു. മരണത്തെ വായിച്ചു കളയുവാനും മനുഷ്യ സംഹാരകായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുവിശിയായ നിന്റെ വാത്സല്യപുത്രനെ നീ ലോകത്തിലേക്ക് അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മനോധാരണയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ പ്രകാരം കാശപൂർണമായി ശ്രേഷ്ഠ മനുഷ്യരുമായി ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇതിനോടും അധികാരിയുമായുള്ളൂ. ഈ താൽക്കാലികമായ ജീവിതമാകുന്ന വിദേശവാസത്തിൽ വേർപെട്ട് യാത്രയായിരിക്കുന്ന ഇതിന്റെ ദാസന്റെ ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ യാത്രയായിരിക്കുന്നവരായ സമാധാനമാലാകുമാർഗോദാത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ വിദ്യാത്മാക്കളും യുദ്ധാത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ യുദ്ധാരുടെ ബന്ധനത്തിൽ നിന്നും വന്നടത്തണമേ. തിരുനാമ ഭക്തരും തിരുവിഷ്ണവശിക്കുന്നവരുമായ ഭഗവാനുള്ള സേനകൾ ഇവനും രക്ഷിക്കുമാറാകണമേ. എന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. എന്റെ വ്യക്തികളെ പൂർണ്ണമായി ക്ഷമിക്കണമേ. ഇവന്റെ യാത്രയ്ക്ക് സഹായം കൃത്യമായി ചൂടുക്കണമേ. കൃപാപൂർണമായ ഇവനെ നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുമായി ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇതിനെ സഹായിക്കണമേ. ശാരീരിക ഭയങ്കരമായ ഉടകളിൽ നിന്ന് ഇവനെ രക്ഷിച്ചുകൊള്ളണമേ. ഇവന്റെ പ്രമാണങ്ങൾക്ക് തക്കപോലെ ജീവിക്കുന്നതേ കുറ്റക്കാരനെയാകുമല്ലോ. കർത്താവിന്റെ സ്വാഭാവികമായ ദുർബലതയ്ക്ക് എന്തുകൊണ്ടുമാറാകണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങൾ ഓർക്കുമാറാകണമേ. ഞങ്ങളുടെ വർഗത്തെ രക്ഷിക്കുവാനുണ്ടായ ഏകപുത്രന്റെ സ്ഥാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ ഹൃദയം തന്നെ നൽകിക്കുമാറാകണമേ. ബന്ധിശിശുവായുള്ള ഇവനെ വിശുദ്ധന്മാരുടെ ബോധവൽപ്പിക്കുന്ന പ്രകാശപ്രഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ ശത്രുവായ സാത്താൻ തന്റെ ആഗ്രഹം വയറാതെ രക്ഷിച്ചു പോകാൻ തക്കവണ്ണം നിന്റെ കരുണായ ഇവനുണ്ടാകുമാറാകണമേ. കർത്താവിന്റെ ഭക്തർക്കുള്ളതായ അനുഗ്രഹീത ഓണങ്ങൾ എത്തുന്നവരെയും ഈ നിന്റെ ദാസനെ ഉടനെ അനിയായും കോട്ടയും കാവൽക്കാരനും സഹായമായിരിക്കുമാറാകണമേ. അവിടെ ആത്മനില്ലാത്ത മഹിമയിലാനന്ദിക്കുമാറാകണമേ. അബ്രഹാമിനെ വഴി വിശ്വസിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും വേഷങ്ങളും കഷ്ടങ്ങളും വിസ്മരിക്കുവാൻ ഇവരെ സംഗതിയാക്കണമേ. ദാവീദിന്റെ ആരാധകരായ ഞങ്ങളെ ഇല്ലവരെയും തീർക്കണമേ. വെടിപ്പുള്ള ഓരങ്ങളും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടങ്ങൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങൾക്കും അനുഭവിക്കുവാനിടയാകണമേ. കർത്താവെ കരുണാദൃഷ്ടിയാലുകളെ കടാക്ഷിച്ച് വിളിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനരായിരിക്കുന്നവർക്ക് പ്രസംഗിക്കുകയും ചെയ്യണമേ. എന്നെ സ്തുതിക്കുന്ന ഏവർക്കും അവനവന്റെ ആവശ്യ അനുസരണം നീ ശരണവും പ്രത്യാശയും ആയിരുന്നുകൊണ്ട് അവരുടെ മുഖത്തുള്ള കണ്ണുനീരും നീക്കളയണമേ. ദൈവമേ, എന്റെ വിഷയായ പ്രത്യാശയും കൂടി എന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മൂല്യമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരുടെ കൂടിയുള്ളതായ ആശ്വാസം നൽകുവാനാകണമേ. ആ പ്രത്യക്ഷതയുടെ ജാതികമായ പ്രസിദ്ധിയോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവിനും കൂടി ആവശ്യരുടെ വിശേഷിക്കുന്നതുമായ രക്ഷിതരുടെ പ്രസംഗത്തിനാശമായ ഞങ്ങളെല്ലാവരും ആദ്യമില്ലാത്ത രാജ്യത്തിനും ഗ്രണാതീതവുമായ നാമത്തെയും ഇന്ത്യ ഏകപുത്രത്തെയും വിശുദ്ധമായ യോഗ്യരാക്കി ചെയ്യുമാറാകണമേ. Rahman, Rahman,
എന്നാൽ സ്വർഗീയരുടെ തേജസ്സൊന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. പറയുന്നു നമ്മുടെ കർത്താവ് മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാർ
ലോകത്തിൽ നിന്ന് കൃഷ്ണദാസൻ വേർപെട്ടു പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും മക്കളെയും ബന്ധുമിത്രാദികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലർക്കും ദുഃഖവും പ്രയാസവും ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ ജീവനുള്ളതായ തിരുവചനം പഠിക്കുമ്പോൾ ഈ മരണം പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നതനുസരിച്ച് ഒരു ലാഭമാണ്. എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതിന്ന് പ്രാർത്ഥിച്ചു കേട്ടു. മരണമില്ലായ്മയുടെ പ്രഭയും ഉറവയുമാകുന്ന ദൈവമായ കർത്താവ്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവൻ കടന്നു പോകുന്നത് ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്കാണെങ്കിൽ ആ കടന്നു ചെല്ലുന്ന ദൈവികത എത്രമാത്രം വലുതാണെന്നും ആ ദൈവത്തിന്റെ സ്ഥാനം എത്രമാത്രം ശ്രേഷ്ഠമാണെന്നും നമുക്ക് ഈ പ്രാർത്ഥനയിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം മരണമില്ലായ്മ വാഗ്ദത്തം ചെയ്ത ഒരേ ഒരു വ്യക്തിത്വം ദൈവമല്ലാതെ മറ്റാരുമില്ല. ഈ ലോകത്തിൽ നമുക്ക് എന്ത് കാര്യങ്ങളെ സാധിച്ചെടുക്കുവാനായിട്ട് കഴിയും? നമ്മൾക്ക് പണമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ, നമുക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ. എന്നാൽ മരണം എന്ന വാക്കിന് അതിന്റെ അന്ത്യ ഉത്തരം നൽകുന്നത് ദൈവത്തമ്പുരാൻ മാത്രമാണ്. ഈ ലോകത്തിൽ എത്ര വലിയ മനുഷ്യനാണെങ്കിലും, അവൻ ഏത് രീതിയിൽ വളർന്നവനാണെങ്കിലും, ദൈവം വിളിക്കുന്ന സമയത്ത് അവൻ ആരാണെങ്കിലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എന്നാൽ ആ ദൈവം വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ മരണമില്ലായ്മയുടെ പ്രഭ നിറഞ്ഞു നിൽക്കുന്ന ഉറവയാകുന്ന ദൈവത്തിങ്കിലേക്ക് ശരണം വെക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ പ്രാർത്ഥനകളിലും തിരുവചനത്തിലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വായിച്ചു കേട്ട് എന്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതുകൊണ്ട് ആ പ്രഭയിലേക്ക്, മരണമില്ലായ്മയുടെ ഉറവയിലേക്ക് നമുക്ക് നടന്നെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ തിരുവചനം ശ്രവിക്കുവാനും ആ ദൈവത്തിന്റെ തിരുവചനം കേട്ട പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനായിട്ട് കഴിയണം. ഈ ലോക ജീവിതത്തിൽ അത് ആർജിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവൻ കൈവരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിന്റെ തിരുവചനം വായിക്കണം, ദൈവത്തിന്റെ തിരുവചനം പഠിക്കണം, ആ ദൈവത്തിന്റെ തിരുവചനത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് ദൈവത്തിന്റെ തിരുവചനം നിത്യജീവനെ നമുക്ക് പ്രദാനം ചെയ്യുന്നതിന്റെ കാരണം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ വലിയ വാക്കുകളാണ്. നമ്മുടെ കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതാണ് നമ്മൾ ആത്യന്തികമായിട്ട് ചെന്ന് നിൽക്കുന്നതായ കേന്ദ്രം. കർത്താവ് പുനരുത്ഥാനം ചെയ്തില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമത്രയെന്ന് ശിഷ്യന്മാരെ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം വഴിയായിട്ട് നമുക്ക് നമ്മെ ഓരോരുത്തരെയും നിത്യജീവനിലേക്ക് വിളിച്ചടുപ്പിച്ചിരിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കുവാനായിട്ട് കഴിയണം. അങ്ങനെയുള്ളവർക്കാണ് പുനരുത്ഥാനത്തിന്റെ അനുഭവം, മരണമില്ലായ്മയുടെ അനുഭവം യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് നിത്യജീവന്റെ അനുഭവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ചന്ദ്രത്തിലെ കുട്ടപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതത്തിലായിരുന്നപ്പോൾ ദൈവത്തോട് അടുത്ത് നിൽക്കുവാനും പരിശുദ്ധ സഭയിൽ കൂടെ ദൈവത്തെ ദർശിക്കുവാനും തന്റെ ദേവാലയത്തെയും പരിശുദ്ധ സഭയും ഏറെ സ്നേഹിക്കുകയും ചെയ്തതായ വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ പള്ളി ഇടവുകാലങ്ങൾ ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തെ ട്രസ്റ്റിയാക്കുന്നത്, ഈ ദേവാലയത്തിന്റെ ട്രസ്റ്റിയായിട്ട് സൂക്ഷിക്കുവാനായിട്ട്. ഒരു സമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിൽ വിശ്വസ്തതയുള്ളവരും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ മുമ്പാകെ ശ്രേഷ്ഠരായിരിക്കുന്നവരെയാണ് പള്ളിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പള്ളിയുടെ ട്രസ്റ്റിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുവാനായിട്ടുള്ള യോഗ്യത ദൈവത്തിന് മുമ്പാകെ നീതിയും സത്യമായിട്ട് ജീവിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മക്കളൊക്കെ നല്ല നിലയിൽ വളർന്നവരെയും വിദ്യാഭ്യാസപരമായിട്ട് ദേവാലയത്തെ സ്നേഹിക്കുന്നതിനും ദൈവത്തെ അറിയുന്നതിനും മാതാപിതാക്കൾ പഠിപ്പിച്ചതാണ്. നല്ല പഠിപ്പിക്കലുകൾ ദൈവവചനം കേട്ട ദൈവത്തെ വിശ്വസിച്ച ഈ കുടപ്പച്ചായനെ സംബന്ധിച്ചിടത്തോളം ദൈവം കൈകളിൽ സ്വീകരിക്കട്ടെ, നിത്യജീവൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഭയുടെ പേരുള്ളതായ കുടുംബാംഗങ്ങളെ അറിയിച്ചുകൊണ്ട് ദൈവത്തിന്റെ തിരുവചനത്തിൽ ആഴമായി ഉറച്ചു നിന്ന് ഞങ്ങളുടെ പിതാവ് പോയിരിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിലേക്കാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ മക്കൾക്ക് അമേരിക്കയിൽ
തങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല ഉപദേശങ്ങളനുസരിച്ച് നിങ്ങളുടെ സഭയെ സ്നേഹിക്കണമെന്നും പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നതായ ചിന്തകൾ ആ മക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവരായിരിക്കുന്ന സ്ഥലത്ത് അമേരിക്കയിലും ഗൾഫിലുമൊക്കെ പള്ളിയോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നതിനൊക്കെ സാധിക്കുന്നുണ്ട്. അതിന്റെ അനുഗ്രഹമൊക്കെ ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പിതാവിനെ എന്നും നമ്മുടെ കുർബാനകളിലും പ്രാർത്ഥനകളിലും ഓർത്ത് ദൈവത്തിന്റെ തിരുസഭയിൽ എന്നും വലത്തുഭാഗത്തിരിക്കുവാനായിട്ടുള്ള യോഗ്യത ലഭിക്കുവാൻ തക്കോണം സഭയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ഇതിൽ വന്നു ചേർന്ന് ഈ Amen.